Morning. Good morning. Good morning. Good morning, sir. Good morning. Good morning. എല്ലാവരെയും ഇന്നത്തെ സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്. എല്ലാവരും വീഡിയോയിൽ വരുമോ? എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരുടെ? അപ്പൊ നമുക്ക് ഇന്നത്തെ പോലെ ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഇപ്പൊ നോട്ട് പാഡും പേന എടുത്ത് എനിക്ക് സാറിനെ കാണുന്നില്ലല്ലോ. ഒക്കെയാണ്. ഹലോ, ഹലോ, കാണുന്നില്ലേ? സാറിനെ കാണുന്നില്ല. ഇല്ല. ഞങ്ങൾക്ക് കാണുന്നുണ്ട്, സർ. എല്ലാവർക്കും കാണുന്നില്ലേ? കാണുന്നുണ്ടല്ലോ, ഓക്കെ. സർ. ഓക്കെയാണ്, ഓക്കെയാണ്. അപ്പോ പ്രതി മാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഓക്കെ. ഓക്കെ, ഓക്കെ. എല്ലാവരും കണ്ണടച്ചിരിക്കുക. ബ്രീത്തിലേക്ക് ശ്രദ്ധിച്ച് എന്നത്തെ പോലെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റാർട്ട് ചെയ്യാം. ബ്രീത്തിലേക്ക് ശ്രദ്ധിച്ച് നിങ്ങളുടെ അനുഗ്രഹങ്ങളൊന്ന് ഫീൽ ചെയ്യാം. എന്നിട്ട് അത് നിങ്ങളുടെ നോട്ട് പാഡിലേക്ക് എഴുതി വെക്കാം കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ, ആദ്യമായിട്ട് ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങളുടെ അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോകുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇന്ന് രാവിലെ എണീറ്റു, അതുപോലെ നിങ്ങൾക്ക് നല്ല ഫാമിലി ഉണ്ട്, നല്ല വീടുണ്ട്, യാത്ര ചെയ്യാൻ വാഹനമുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ലൈഫിൽ നമുക്ക് ഉണ്ടാവും. പക്ഷെ അത് മറന്ന് ചിലപ്പോൾ അതിനെ ഓർക്കാതെ നമ്മൾ ഇല്ലായ്മയെ കുറിച്ചായിരുന്നു നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെ നമ്മുടെ ലൈഫിലുണ്ട്, അപ്പോൾ അത് കണ്ടുകൊണ്ട് അത് ഫീൽ ചെയ്തുകൊണ്ട് അതൊരു ഗ്രാറ്റിറ്റ്യൂഡായിട്ട് എനിക്ക് ഇത്തരം കാര്യങ്ങളുണ്ട് എൻ്റെ ലൈഫിൽ, എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, അതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി, അല്ലെങ്കിൽ യൂണിവേഴ്സിന് നന്ദി, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഒരു എനർജിയിലാണ് വിശ്വസിക്കുന്നത് ആ പേരിൽ ഗ്രാറ്റിറ്റ്യൂഡായിട്ട്
എഴുതി കഴിഞ്ഞവര് ചാറ്റ് ബോക്സിൽ തന്നെ കമന്റ് ചെയ്യാം കേട്ടോ. ഇപ്പോ സാറിന് കാണാൻ കേട്ടോ. ഓക്കെ. ആ, ഓക്കെ ഓക്കെ. ഇപ്പൊ എല്ലാവരുടെയും കഴിഞ്ഞോ? കഴിഞ്ഞവരൊന്ന് പറയൂട്ടോ ചാറ്റ് ബോക്സിൽ നിന്ന്. കഴിഞ്ഞെല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഏകദേശം എല്ലാവരുടെയും കഴിഞ്ഞിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്ന് ഡേ 11 ആയില്ലേ? നമുക്ക് ഇന്ന് പറയാൻ പോകുന്ന ഇന്നത്തെ പ്രാക്ടീസ് എന്താ വെച്ചാല് മാജിക് ഡസ്റ്റ് ആണ്. ഒരു മാന്ത്രിക പൊടിയാണ് കേട്ടോ. അപ്പൊ അതിന്റെ മുൻപ് നമുക്കൊരു ജോസഫ് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രാക്ടീസ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ ആളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട്, ഒരുപാട് റിസൾട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതാണ്, മാജിക് ടെസ്റ്റ്. അപ്പം ഒന്ന് ഇമാജിൻ ചെയ്യില്ലാവരും, നിങ്ങളുടെ കയ്യില് ഒരു മാജിക് പൗഡർ ഉണ്ട്, ഒരു പൊടി ഉണ്ട് എന്ന് വിചാരിക്കുക, ഒരു ധൂളി. ഇതിൽ പറയുന്നതാണ് ഒരു ധൂളി. അപ്പൊ നിങ്ങളുടെ കയ്യില് മാജിക് പൗഡർ ഉണ്ടെന്ന് വിചാരിക്കുക. ആ പൗഡർ നിങ്ങൾ ആളുകളിലേക്ക്, ആളുകളുടെ ശരീരത്തിലേക്ക് വിതറുന്ന സമയത്ത് അവരുടെ ജീവിതത്തിലൊരു വെളിച്ചം വരും. വെളിച്ചം എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ടാവും എന്ന് പറയും അല്ലേ? അവരുടെ മൂഡ് മാറുന്നു, അവിടെ കോൺഫിഡൻസ് കൂടും, അവിടെ എനർജി പോസിറ്റീവ് ആവുന്നു. ഈ ഒരു പൊടി അവരുടെ ശരീരത്തിലേക്ക് വിതറുന്ന സമയത്ത് അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. അവരുടെ മൂഡ് ചേഞ്ച് ആവുന്നുണ്ട്, അവരുടെ കോൺഫിഡൻസ് ഉയരുന്നുണ്ട്, അവരുടെ എനർജി പോസിറ്റീവ് ആവുന്നുണ്ട്. അപ്പൊ ശരിക്കും ഇതെന്താണ്? ഇത് ശരിക്കും പറയുന്നത് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ആണ്. നമ്മൾ എല്ലാത്തിലും പറയുന്ന പോലെ അതേപോലെ അപ്രിസിയേഷൻ ആണ്. ഒരു മനുഷ്യനെ നമ്മൾ സിൻസിയർ ആയിട്ട് അപ്രിസിയേഷൻ ചെയ്യുന്ന സമയത്ത് അവന്റെ ഇമോഷണൽ സ്റ്റേറ്റ് ഇന്റൻസിലി മാറും അല്ലേ? പെട്ടെന്ന് നമ്മള് ഒരാളെ കുറിച്ച് നന്നായിട്ടൊന്ന് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്ത്, അവന്റെ ഒരു നല്ല ഗുണങ്ങൾ പറയുന്ന സമയത്ത് പെട്ടെന്ന് ഇൻസ്റ്റന്റില് നമുക്കത് മാറ്റം വരും അല്ലേ? നമ്മളെ കുറിച്ച് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം പറയുമ്പോൾ എന്താ നമുക്ക് എന്താ നമ്മുടെ ഉള്ളിൽ എന്താ ഫീൽ ചെയ്യുന്നത്? നമുക്ക് സന്തോഷം വരും അല്ലേ? ഇപ്പൊ നിങ്ങൾ ഒരു ദിവസം ഫുള്ള് ഒരു മുഴുവൻ എഫേർട്ട് എടുത്ത് ജോലി ചെയ്തു, ആരും ഒന്നും പറയുന്നില്ല,
നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നിങ്ങളുടെ വീട്ടുകാർക്ക്. ഇപ്പൊ ഇതിലധികം സ്ത്രീകളാണ്. അപ്പോൾ നിങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു. വീട്ടിലേക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ആരൊന്നും പറയുന്നില്ല, അവരത് കഴിച്ചു പോകുന്നു. എന്ത് സംഭവിക്കാം? എന്ത് സംഭവിക്കാം? നമ്മുടെ എനർജി ഡൗൺ ആവും. എനർജി ഉണ്ടാവും. ഡൗൺ ആവും. ആവണോ? അല്ലേ? അതെ. ആരൊന്നും പറയുന്നില്ല, നമ്മൾ ഒരുപാട് എഫേർട്ട് അവർക്ക് വേണ്ടിയിട്ട് ഇട്ടെടുക്കുന്നു. ആരൊന്നും മിണ്ടുന്നില്ല. അവരെല്ലാം അവർക്ക് ഫുഡാണെങ്കിൽ എന്ത് കാര്യങ്ങളാണ് അവരൊക്കെ ഇതൊക്കെ കഴിച്ചിട്ട് ഒന്നും മിണ്ടാതെ പോകുന്നില്ല, കുറ്റം പറഞ്ഞു പോകുന്നു. പക്ഷെ ഒരാൾ നിങ്ങളോട് പറയണം, അത് നിങ്ങൾ ചെയ്ത കാര്യം, നിങ്ങൾ നല്ല ജോലി ചെയ്തു എന്ന് കേൾക്കുമ്പോൾ എന്ത് ഫീലാണ് ഉണ്ടാകുന്നത്? നിങ്ങൾ ഹാപ്പി ചെയ്തത് ആവും നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. കോൺഫിഡൻസ് വരും. അതെ, എനർജി കോൺഫിഡൻസ് വരും. വരും, നല്ല ഹാപ്പിനെസ് വരും, സന്തോഷം വരും, അല്ലേ? നല്ല എനർജി വരും, ഒരു മോട്ടിവേഷൻ ആവും, അല്ലേ? വീണ്ടും അതെ. അത് ചെയ്യാണ്. അപ്പോ ഈ മാജിക് ടെസ്റ്റ് എന്ന് പറയുന്ന ഈ മാന്ത്രിക പൗഡർ, അല്ലെ, ഈ ഒരു മാന്ത്രിക പൊടി എന്ന് പറയുന്നത് എനിക്ക് കേൾക്കുമ്പോൾ ചെറിയൊരു വാക്കായിട്ടാണ് തോന്നുക. പക്ഷെ അതിന്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഹ്യൂജ് ആയിരിക്കും. ഒരു മനുഷ്യനെ നമ്മൾ ജെനുവിനായിട്ട് അപ്രിഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിലൊരു ലൈറ്റ് തെളിയും, അല്ലേ? കോൺഫിഡൻസ് ഇൻക്രീസ് ആവും, അവരുടെ മോട്ടിവേഷൻ ഗ്രോ ചെയ്യും, ആ റിലേഷൻഷിപ്പിൽ അവരുടെ ആ ഒരു ബന്ധമല്ലേ, അത് നന്നായിട്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ഡേ ലെവലിൽ നമ്മൾ പഠിപ്പിക്കുന്നത് ഒരു സിമ്പിൾ പ്രാക്ടീസ് ആണ് കേട്ടോ. അപ്പൊ ഇതിനെ ജനങ്ങളോട് അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആളുകളോട്, ഈ വ്യക്തികളോട് അവരെ ഗ്രാറ്റിറ്റ്യൂഡോടെ കാണുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അവരുടെ നല്ല കാര്യങ്ങൾ കാണുക, അവർ ചെയ്യുന്ന എഫേർട്ട്, അല്ലേ? നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ടാവും, അത് കാണുക, അവരെ അവരോട് അതിന് അഭിനന്ദിക്കുക. ഇതാണ് ഇതിൽ പറയുന്ന കാര്യങ്ങൾ. അപ്പൊ നമ്മൾ അവരെ അഭിനന്ദിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക? അവരുടെ ജീവിതത്തിൽ ഒരു മാജിക് പോലെ വർക്ക് ചെയ്യും പറയുന്നത്. അതുകൊണ്ടാണ് റോണ്ടാവൈൻ പറയുന്നത്, ആളുകളെ അഭിനന്ദിക്കുമ്പോൾ ഈ മാന്ത്രിക പൊടി വിതറുമ്പോൾ എന്താ, ഈ ഒരു മാജിക് പോലെ അവരുടെ ലൈഫ് പ്രകാശിക്കും എന്നാണ് പറയുന്നത്. അപ്പോ നമ്മൾ മനുഷ്യര് ഈ മാജിക് ടെസ്റ്റ് എന്ന് പറയുന്നത്, ഈ പ്രാക്ടീസ് എന്തുകൊണ്ടാണ് പവർഫുൾ ആകുന്നത്? മനുഷ്യൻ എപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അതിന്റെ ആൻസർ പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. മനുഷ്യന് എപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? Appreciation. അപ്രിസിയേഷൻ, അല്ലേ? മനുഷ്യന് ഭക്ഷണം വേണം, ഉറക്കം വേണം, സമ്പത്ത് വേണം, പണം വേണം. പക്ഷെ അതിനേക്കാൾ ആവശ്യം എന്താണ്? ഇമോഷണൽ ആയിട്ടൊരു നീഡ് ഉണ്ട്, അല്ലേ? എന്താണ്? ഓരോ വ്യക്തിയും സൈലന്റ്ലി ഉള്ളിൽ നമ്മൾ ചോദിക്കുന്നൊരു കാര്യമുണ്ട്, എന്റെ എഫേർട്ട് ആരെങ്കിലും കാണുന്നുണ്ടോ? എന്റെ പ്രസൻസ് ആരെയും വാല്യൂ ചെയ്യുന്നുണ്ടോ? ഞാൻ അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണോ? ഇത് ഈ ഒരു പ്രപഞ്ചത്തിലെ മനുഷ്യന്റെ ഒരു നീഡാണത്. ഇല്ല, നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? എനിക്ക് ഇവരൊക്കെ വാല്യൂ തരുന്നുണ്ടോ? യെസ് സാർ. എന്നെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ലേ? ഹസ്ബൻഡ് ആണെങ്കിലും ഒരു നല്ല, അല്ലെങ്കിൽ വൈഫ് ആണെങ്കിലും നമ്മളോട് നല്ല പോലെ സംസാരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അവരെന്നെ വില മതിക്കുന്നുണ്ടോ? അല്ലെ? എൻ്റെ പ്രസൻസ് അവർക്ക് എനിക്ക് വാല്യൂ കിട്ടുന്നുണ്ടോ? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ചെറിയൊരു കുട്ടി ഒരു നല്ലൊരു ചിത്രം വരയ്ക്കുന്നു. ആ അമ്മയോടോ അല്ലെങ്കിൽ ടീച്ചറോടോ കാണിച്ചിട്ട് അവൻ ചോദിക്കുന്ന എന്താണ്? ഇത് നല്ലതാണോ? അല്ലെ? നന്നായിട്ടുണ്ടോ? ശരിക്കും ആ കുട്ടി ആക്ച്വലി ചോദിക്കുന്ന എന്താണ്? ഡ്രോയിങ് നല്ലതാണോ എന്നല്ല, ഞാൻ ഗുഡാണോ, ഞാൻ ഗുഡാണോ. അവന് അപ്രിസിയേഷൻ ആണ് വേണ്ടത്. അതാണ് അവൻ ചോദിക്കുന്നത്. അപ്പൊ എന്താ, ഒരു നമ്മൾ നന്നായിട്ടുണ്ട്, ഒരു ചെറിയൊരു വാക്ക്, അവൻ വളരെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവന്റെ കണ്ണിൽ
ആ ഒരു തിളക്കം കാണൂല്ലേ, ഒരു സന്തോഷം കാണൂലേ, കുട്ടികളോട് നല്ല കാര്യങ്ങൾ അവർ ചെയ്ത കാര്യങ്ങൾ ചെറിയ കാര്യങ്ങളായിരിക്കും, നമുക്കത് ചെറിയ കാര്യങ്ങളായിരിക്കും, പക്ഷെ അവരോട് ഓ, അത് വളരെ നന്നായിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് അവരുടെ സന്തോഷം കാണാം അല്ലെ, അവരുടെ കണ്ണിലൊരു തിളക്കം കാണാം, അവർ ചിലപ്പം തുള്ളിച്ചാടും അല്ലേ, സന്തോഷം കൊണ്ട്. അപ്പൊ ഇത് കുട്ടികൾക്ക് മാത്രമല്ല, വലിയ ആളുകളും ആവശ്യമുണ്ട്, അവർക്കും ആവശ്യമുണ്ട്. അപ്പൊ അവരിത് തുറന്ന് പറയില്ല അല്ലേ, നമ്മളൊന്നും അത് തുറന്ന് പറയില്ലല്ലോ അല്ലേ. നമ്മൾ പറയും എന്താണ് നല്ല വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഉള്ളില ഉള്ളിൽ നമ്മൾ ചോദിക്കും അല്ലെ, ആഗ്രഹിക്കും. അപ്പോ സെയിം ഈ കുട്ടികളെ പോലെ തന്നെ നമ്മളും സെയിം ആയിട്ട് ആ കാര്യങ്ങൾ ആവശ്യമുണ്ട് അല്ലേ, അവര് എന്താണോ ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെ, കുട്ടികൾ എന്താണോ ആഗ്രഹിച്ചത് അതേപോലെ തന്നെ നമുക്കും ഇത് ആവശ്യമുണ്ട്, നമ്മളത് തുറന്ന് പറയില്ല. ഇപ്പോ ഒരു ഓഫീസിൽ ഒരാള് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു, ബോസ് ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞാല്, ഇന്ന് നീ ചെയ്ത നീ ആ ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന സമയത്ത് അവനെന്താണ് സംഭവിക്കുക, നല്ല മോട്ടിവേറ്റ് ആവും അല്ലേ. അപ്പൊ അതിന്റെ നല്ല എനർജി വരും, അപ്പൊ അവന്റെ വർക്കിലും അതിൽ മാറ്റം വരും. അപ്പൊ അതേപോലെ തന്നെയാണ് നമുക്ക് ഈ അഫർമേഷൻ, നമുക്ക് നമ്മുടെ എനർജി ഇമോഷൻ ഒക്കെ ചേഞ്ച് ആവും. അപ്പോൾ ആ നമുക്കൊരു ഒരു ചെടി, നിങ്ങളൊരു ഇമാജിൻ ചെയ്ത് നോക്കുക, അതിന് സൺലൈറ്റ് കിട്ടിയില്ലെങ്കിൽ എന്താ സംഭവിക്കാം, പുറത്ത് ഉള്ള ഒരു ചെടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന്, ഒരു മരം എന്തിനെങ്കിലും നിങ്ങൾക്ക് അതിന് സൺലൈറ്റ് അല്ലെങ്കിൽ വെള്ളം ആ ഒരു കാര്യം കിട്ടിയില്ല, എന്ത് സംഭവിക്കാം, അത് വീക്കാവും അല്ലേ. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ആ അപ്രിസിയേഷൻ, ഇമോഷണൽ ആയിട്ടുള്ള അപ്രിസിയേഷൻ എന്ന് പറയുന്നത് അത് സൺലൈറ്റ് പോലെ തന്നെയാണ്. അത് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഡൗൺ ആവും. നമ്മൾ കുറെ എന്ത് ചെയ്തു കൊടുത്തിട്ടും പറയില്ലേ, അവൻ എന്ത് ചെയ്തു കൊടുത്തിട്ടും കാര്യമില്ല, അത് കുറ്റം മാത്രമേ പറയുന്നുള്ളൂ, ഒരു നല്ല വാക്ക് പോലും പറയുന്നില്ല എന്ന് പറയാം. അപ്രിസിയേഷൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കാം, നമുക്ക് റിപ്പീറ്റഡ്ലി നമുക്ക് ഈ കാര്യങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് എന്താ ഫീൽ ചെയ്യുന്നത്, എനിക്ക് വാല്യൂ ഇല്ലേ, ഞാൻ വാല്യൂ ഇല്ലാത്തൊരു മനുഷ്യനാണോ അവരുടെ ഇടയിൽ എന്നൊക്കെ ഫീൽ ചെയ്യും. അപ്പൊ നമ്മുടെ മോട്ടിവേഷൻ കുറയും, ഇൻട്രസ്റ്റ് കുറയും. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിൽ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാവില്ല, അവിടെ ഡിസ്റ്റൻസ് കൂടും. ശ്രദ്ധിച്ചിട്ടുണ്ടോ, എപ്പോഴും നിങ്ങളെ നല്ല കാര്യങ്ങൾ പറയാതെ, നിങ്ങളെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറയാതെ നിങ്ങൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് തെറ്റോ അല്ലെങ്കിൽ വഴക്കോ പറയുന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിൽ ഒരു അടുപ്പം കുറഞ്ഞു വരും. അങ്ങനെ ഉണ്ടാവാറുണ്ടോ, ഫീൽ ചെയ്തിട്ടുണ്ടോ, ഉണ്ടാവണമെന്നില്ല, അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോ ഡെയിലി നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് എഫേർട്ട് എടുക്കുന്നു, ഇപ്പോൾ അപ്രിസിയേഷൻ ഇല്ല, ഇപ്പോൾ സ്ലോലി ഒരു നീരസം ഉണ്ടാവും, അവരോട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നീരസം ഉണ്ടാവും, അതാണ് വളർന്നു വരുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ഒരു താങ്ക് യു എന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ ഹസ്ബൻഡിനോടാണെങ്കിലും ഹസ്ബൻഡ് തിരിച്ച് ഇങ്ങോട്ടാണെങ്കിലും താങ്ക് യു, നീ ചെയ്ത കാര്യം, അല്ലെങ്കിൽ ഇന്ന് ഉണ്ടാക്കിയിരുന്ന ഫുഡ് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിൽ ആ എനർജി ചേഞ്ച് ആവും അല്ലേ, നല്ല സന്തോഷം വരും. ഓ, ഇവിടെ ഈ ഒരു മാജിക് ടെസ്റ്റ് എന്ന് പറയുന്നത്, ഇവിടെ ഇതിന്റെ കൺസെപ്റ്റ് ഇവിടെ വരുന്നത് എങ്ങനെയാണ്, റോണ്ടാബൈൻ പറയുന്നത് മാജിക് ടെസ്റ്റ് എന്ന് വിളിക്കുന്നത്, ഇത്തരം പെട്ടെന്ന് ഈ ഒരു അപ്രിസിയേഷൻ കൊണ്ട് നമ്മുടെ ലൈഫിൽ തന്നെ ചേഞ്ച് ആവുന്നത് കൊണ്ടാണ്, ഈ മാജിക് ടെസ്റ്റ് നമ്മുടെ ഒരാളുടെ ശരീരത്തിലേക്ക് വിതറും പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഇതിനെ മാജിക് ടെസ്റ്റ് എന്ന് തന്നെ വിളിക്കുന്നത്. അപ്പൊ അത്രയും പവർഫുൾ ആണ് ഇത്. നിങ്ങളത് ആളിലേക്ക് വിതറുന്ന സമയത്ത് അവരുടെ ഹേർട്ട് ഓപ്പൺ ആവും, ഹൃദയം ഓപ്പൺ ആവും, ആ കോൺഫിഡൻസ് കൂടും, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഡീപ്പ് ആവും. അപ്പൊ ഞാൻ വാല്യൂ ഉള്ള ആളാണ് എന്നുള്ള ഫീലിംഗ് അവിടെ നിങ്ങൾക്ക് വരും. അപ്പൊ എല്ലാ മനുഷ്യനും നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മനുഷ്യനും
പറയാതെ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് അപ്രിസിയേഷൻ വേണം, ഞാൻ ചെയ്ത കാര്യത്തിന് എന്നോട് നല്ല രീതിയിൽ അഭിനന്ദിക്കണം, ഇതെനിക്ക് വേണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പറയാതെ അവർ പറയുന്നുണ്ട്. ഇല്ലല്ലേ? ഇപ്പൊ ചില സമയങ്ങളിൽ ആ വാക്ക് പറഞ്ഞ പോലെ നമ്മുടെ ലൈഫ് തന്നെ ചേഞ്ച് ആവും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യാനുള്ള വാക്കുകളാണത്. അപ്പൊ എന്തുകൊണ്ടാണ് ആളുകൾ റിലേഷൻഷിപ്പിൽ ഹാപ്പി അല്ലാത്തത് നോക്കാം നമുക്ക്. ഇപ്പൊ നമ്മളെപ്പോഴും വിചാരിക്കുന്നത് ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുന്നത് വലിയ പ്രശ്നങ്ങൾ കൊണ്ടാണെന്നാണ്. അല്ലേ? അതിന്റെ തുടക്കം എന്ന് പറയുന്നത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞാൽ, പക്ഷെ അതിന്റെ റിയാലിറ്റി എന്താണ്? പല റിലേഷൻഷിപ്പും സ്ലോലി വീക്ക് ആവുന്നത് വലിയ പ്രശ്നം കൊണ്ടല്ല, ചെറിയ ഇതേപോലെ കുറ്റപ്പെടുത്തലുകളും അല്ലെങ്കിൽ നമുക്ക് വാല്യൂ തരാത്തുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ്. ഒരാളുടെ എഫേർട്ട് നോട്ടീസ് ചെയ്യാതെ അവർ പറയുന്ന കാര്യങ്ങൾ അവരുടെ ഹൃദയത്തെ സ്ലോലി ഹേർട്ട് ചെയ്യും. അല്ലേ? ഇപ്പൊ നമ്മുടെ ലൈഫിലൊക്കെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിലൊക്കെ നമ്മൾ അറിയാതെ തന്നെ ഓരോ ആളുകളും എഫേർട്ട് എടുക്കുന്നുണ്ട്. നിങ്ങളിപ്പോ ചെയ്യുന്നുണ്ട്, ലേഡീസ് ഇതിൽ ചെയ്യുന്നുണ്ട്. രാവിലെ എണീക്കുന്നു, നേരത്തെ എണീക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ അമ്മ നേരത്തെ എണീക്കുന്നു, ഫാമിലിക്കായിട്ട് ഫുഡ് തയ്യാറാക്കുന്നു, വീട്ടിലെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നു, കുട്ടികളെ നോക്കുന്നു, ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇതേപോലെ തന്നെ തിരിച്ചും ഹസ്ബൻഡ് ചെയ്യുന്ന കാര്യങ്ങളും ഇതെല്ലാം ഡെയിലി റൊട്ടീനായിട്ട് തോന്നാം. അല്ലേ? ഇതൊക്കെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ. ചില ആളുകൾ പറയുന്നത് ഇതൊക്കെ നിന്റെ ഡ്യൂട്ടി അല്ലേ, നിന്റെ പണിയല്ലേ, ആ രീതിയിൽ പറയാറുണ്ട്. അപ്പൊ ഇതൊരു ഡെയിലി റൊട്ടീനായിട്ട് ആണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അപ്പൊ നമുക്ക് എന്താ തോന്നുന്നത്? എന്റെ ഈ എഫേർട്ട് ആരെങ്കിലും നോട്ടീസ് ചെയ്യുന്നുണ്ടോ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സിമ്പിൾ സെന്റൻസ് നിങ്ങൾക്കത് വലിയ കാര്യങ്ങളായിട്ട് തന്നെ ഫീൽ ചെയ്യാം. ഇന്ന് നിങ്ങൾ ചെയ്ത ആ ഒരു ഫുഡിന്, അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഫുഡിന് വളരെ നല്ലതാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി ഫാമിലിക്കായിട്ട് ചെയ്യുന്ന ആ എഫേർട്ട് ഞാൻ വാല്യൂ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫ് തന്നെ മാറ്റം വരും, ആ റിലേഷൻഷിപ്പിൽ തന്നെ മാറ്റം വരും. അപ്പൊ അപ്രിസിയേഷൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അപ്രിസിയേഷൻ ഇല്ലെങ്കിൽ പതിയെ ഇമോഷൻ ചേഞ്ചായി വരും. അപ്പൊ ആദ്യം ആ ആൾക്ക് ഫീൽ ചെയ്യുന്നത് എന്റെ എഫേർട്ട് ആരും കാണുന്നില്ല, അതിനുശേഷം എനിക്ക് ഈ വീട്ടിലൊരു സ്ഥാനമില്ല. അല്ലേ? അപ്പോ ആ അങ്ങനെ ചിന്തിക്കുന്ന ആ ഒരു തോട്ട് വന്നു കഴിഞ്ഞാല് അവർക്ക് ആളോട് ഒരു നീരസം തോന്നും. ഉള്ളില് സൈലന്റ് ആയിട്ട് ദേഷ്യം വരാൻ തുടങ്ങും. അല്ലേ? ഭയങ്കര ദേഷ്യം വരാൻ തുടങ്ങും. ആദ്യം എന്താ സംഭവിക്കാം? എന്റെ എഫേർട്ട് ആരും കാണുന്നില്ല, ഞാൻ ഇവിടെ ഇവിടെ എന്തോരം പണിയെല്ലാം ചെയ്യുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ആൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ആള് വരുന്ന സമയത്ത് ഞാൻ ആളെ അവിടെ വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോഴന്നെ ഞാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള ചായയും പലഹാരങ്ങളൊക്കെ എടുത്തു വെക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി വെള്ളം കാര്യങ്ങളൊക്കെ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് വാല്യൂ തന്നു, എന്റെ ഈ എഫേർട്ട് ആള് കാണുന്നില്ല. എനിക്ക് ആളുടെ ലൈഫില് അല്ലെങ്കിൽ ഈ വീട്ടില് ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ എന്താണ്? ഒരു നീരസം ഉണ്ടാവും. അപ്പൊ അതെന്താണ്? സൈലന്റ് ആയിട്ട് ദേഷ്യത്തിലേക്ക് പോകും. ഇല്ലേ? പിന്നെ മുഖമൊക്കെ കറുപ്പിച്ച് മിണ്ടാതെ നിങ്ങൾ ഓരോ പണി ചെയ്യുന്നുണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ ആ ഡെയിലി റൊട്ടീൻ അതങ്ങനെ ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങളുടെ മുഖത്തിലൊരു മാറ്റം ഉണ്ടാവും, മിണ്ടാതിരിക്കും. അല്ലേ? അപ്പോഴാണ് ആൾക്ക്, നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള ആൾക്ക് ഇത് ഇവിടെ എന്തോ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ആളും ഇതേപോലെ ഡെയിലി റൊട്ടീനായിട്ട് പോകുന്ന കാര്യങ്ങളാണ്. അപ്പോഴാണ് ആൾക്കിത് മനസ്സിലാവാം, അതെന്തോ സംഭവം ഉണ്ടല്ലോ. അപ്പൊ വന്നിട്ട് ചോദിക്കും എന്താ പ്രശ്നം. ആളിതൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പൊ നല്ല ദേഷ്യം വരും, ആൾക്ക് ദേഷ്യം വരാൻ തുടങ്ങും. അപ്പോൾ അവിടെ സംഭവം, അപ്പോൾ അവിടെ ഫൈറ്റ്, ചെറുതായിട്ട് അവിടെ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇതാണ് ഒരു റിലേഷൻഷിപ്പിൽ പതിയെ നിങ്ങൾക്ക് ആ ഡിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്.
ചെറുതായിട്ട് ഇവിടുന്ന് തുടങ്ങും. ഇത് മാത്രമല്ല കേട്ടോ കാര്യങ്ങൾ, പല കാര്യങ്ങളും ഉണ്ടാവും റിലേഷൻഷിപ്പിൽ. ഇങ്ങനെയും നിങ്ങളറിയാതെ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണർ അറിയാതെ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യും ഇങ്ങനെ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഉള്ളിലെല്ലാം ഓരോ മനുഷ്യനും ഉള്ളിൽ ഒരു ഡീപ്പായിട്ട് ഈ കാര്യങ്ങൾ ആവശ്യമുണ്ട്. നമ്മളത് തേടുന്നുണ്ട്, ആ ഒരു ഇമോഷൻ നമുക്ക് തേടുന്നുണ്ട്. അപ്പൊ ഓരോ മനുഷ്യനും ആ അപ്രിസിയേഷൻ കിട്ടുന്ന സമയത്ത് അവന്റെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നത് ഞാൻ വാല്യൂ ഉള്ള ആളാണ്, ആളുടെ ലൈഫിൽ ഞാൻ വാല്യൂ ഉള്ള ആളാണ്, ഞാൻ ഇമ്പോർട്ടൻ്റ് ആളാണ്, ഉള്ള ആളാണ്. ആൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പോ എന്താ സംഭവിക്കുക, നമുക്ക് അവരോട് നല്ല സ്നേഹം ഉണ്ടാവും അല്ലേ, ഒന്നും കൂടെ കെയർ ചെയ്യും അല്ലേ. ആ ഒരു നല്ല കാര്യം കേൾക്കുന്ന സമയത്ത് തന്നെ പല കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പോൾ ഓഫീസിലേക്ക് ഇറങ്ങാൻ നേരത്തെ അയൺ ചെയ്ത് കൊടുക്കും അല്ലേ, ഷൂ പോളിഷ് പോളിഷ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഓരോ കാര്യങ്ങളും എക്സ്ട്രാ നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കും. അപ്പോൾ അവിടെ ആ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്, ഈ ഒരു മാജിക് ടെസ്റ്റ് ഇവിടെ എന്താണ് ചെയ്യുന്നത്, ഈ അപ്രിസിയേഷനെ മാജിക് ടെസ്റ്റ് പോലെയാണ് റോണ്ടാബെയിൻ പറയുന്നത്. നിങ്ങൾ സിൻസിയർ ആയിട്ട് അപ്രിസിയേഷൻ അവിടെ മേലിലേക്ക് ശരീരത്തിലേക്ക് വിതറുമ്പോൾ അവർക്ക് അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ സന്തോഷം വരും, അവരുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ച് ഉണ്ടാവും. അപ്പൊ ഇവിടെ ആ മാജിക് ടെസ്റ്റ് എന്ന് പറയുന്നത് അപ്രിസിയേഷൻ ആണ് കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരുന്നു, എഫേർട്ട് എടുക്കുന്നു. അപ്പോൾ ഈ മാജിക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഈ റിലേഷൻഷിപ്പിൽ ഇവിടെ എന്താണ്, അപ്രിസിയേഷൻ ആണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത് അതിനുള്ള അപ്രിസിയേഷൻ. നിങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ, ഇങ്ങനെ പറയാം, നിങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ കാര്യങ്ങൾ ഈസി ആയിരിക്കില്ല. ഇല്ല, എനിക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എനിക്കിത് സിമ്പിളായിട്ട് ചെയ്ത്, താങ്ക് യു എന്ന് പറയാം. അപ്പൊ അവരുടെ ആ വാക്കുകൾ അവരെ ഹൃദയത്തെ ടച്ച് ചെയ്യും അല്ലേ. ഒന്ന് ഇമാജിൻ ചെയ്യും, ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ഹീലിംഗിൽ എങ്ങനെ കൊടുക്കാൻ പറ്റും. എല്ലാവരും കണ്ണടച്ചിട്ട് ഒന്ന് ഇമാജിൻ ചെയ്യും. നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ അപ്രിസിയേഷൻ കിട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഡെയിലി ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഡെയിലി റൊട്ടീൻ പോലെ നിങ്ങളത് ചെയ്തു പോരുന്നുണ്ടാവും. നിങ്ങൾ രാവിലെ എണീക്കുന്നു, ഭക്ഷണം പാകം ചെയ്യുന്നു, മക്കൾക്കും ഹസ്ബൻഡിനും വീട്ടുകാർക്കൊക്കെ കൊടുക്കുന്നു. അതേപോലെ തന്നെ ഒരു ഹസ്ബൻഡ് ആണെങ്കിൽ വീട്ടിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, മക്കൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു, വൈഫിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. അപ്പോൾ അതിനൊന്നും നിങ്ങൾക്ക് അപ്രിസിയേഷൻ ഇല്ല. അപ്പൊ നിങ്ങൾ ഒരു ദിവസം ഇപ്പൊ നിങ്ങൾ ഈ ചെയ്ത കാര്യങ്ങൾക്കെല്ലാം നിങ്ങളുടെ പാർട്ട്ണർ വന്നിട്ട് നിങ്ങളോട് പറയാണ്, നീ ചെയ്ത കാര്യങ്ങളെ എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു, എൻ്റെ ലൈഫിന് എനിക്കിന്ന് ഭയങ്കര സന്തോഷം തോന്നി, ഇന്ന് ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ന് ഉണ്ടാക്കി തന്ന ഫുഡ് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു, നീ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നി, മതിയാവുന്നില്ല. അല്ല അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത്, അത് കേൾക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, പെട്ടെന്ന് നിങ്ങൾക്ക് സന്തോഷം വരും. നിങ്ങളുടെ ഹൃദയം പതിയെ ഓപ്പൺ ആവും. ഇത് ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കൊരു പുഞ്ചിരി വരും, സ്നേഹം തോന്നും. ഇങ്ങനെ ഉണ്ടോ എന്നുള്ളൊരു ഫീലിംഗ് അല്ലേ, അത്രയും ഞാൻ ചെയ്ത് അത്രയും നന്നായിട്ടുണ്ടോ, വീണ്ടും നമുക്കത് ചോദിക്കും, സത്യമാണോ. നിങ്ങളുടെ ഹൃദയം ഓപ്പൺ ആവും, നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം, പെട്ടെന്ന് സന്തോഷം തോന്നും, നിങ്ങളുടെ എനർജി ചേഞ്ച് ആവുന്നുണ്ട്, നിങ്ങൾ സംസാരിക്കുന്നത് സോഫ്റ്റ് ആവും, നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത് സോഫ്റ്റ് ആവും.
ഓക്കെ, കണ്ണു തുറന്നോളൂ. നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റിയോ? അതേപോലെ ഫീൽ ചെയ്യാൻ പറ്റിയോ? നിങ്ങൾക്ക് Yes, sir. കിട്ടാത്തൊരു കാര്യം നിങ്ങളുടെ പാർട്ണറുടെ അടുത്ത് നിന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ അടുത്ത് നിന്ന്, നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അടുത്ത് നിന്ന്, അല്ലെങ്കിൽ വൈഫിന്റെ അടുത്ത് നിന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ ബോസ്, ആരോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് കിട്ടാത്തൊരു കാര്യം, ഇതുവരെ കേൾക്കാത്തൊരു കാര്യം, നിങ്ങളെ കുറിച്ച് നല്ലത്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ നല്ല കാര്യങ്ങൾ കേൾക്കാതെ ഒരു ദിവസം കേട്ടപ്പോൾ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റി അല്ലേ? ഇതേപോലെ നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള ആളുകളോട് പറയാം. ഇതേപോലെ നിങ്ങളുടെ മക്കൾ ആരാണോ അവരോട് നിങ്ങൾക്ക് ഇത് പറയാം. അപ്പോ ഒരു സത്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ റിലേഷൻഷിപ്പ് സർവൈവ് ചെയ്യാൻ സ്നേഹം മാത്രം പോരാ, റെസ്പെക്റ്റ് പോരാ അല്ലേ? ഒരുപാട് സ്നേഹമുണ്ട്. ഇപ്പൊ സ്നേഹമുള്ള അടുത്ത് ചിലപ്പോൾ എന്താണ് പിണക്കങ്ങളും വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പൊ ആ സ്നേഹം മാത്രം പോരാ, അപ്പൊ അവരെ റെസ്പെക്ട് ചെയ്യുക മാത്രം പോരാ, അവര് ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് അവര് നമ്മുടെ ലൈഫിലേക്ക് എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് വേണ്ടിയിട്ട് എഫേർട്ട് ഇടുന്നുണ്ടെങ്കിൽ അതിന് നല്ല വാക്കുകളും അവർക്ക് ആവശ്യമാണ്. ഇപ്പൊ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞ പോലെ അവർക്കത് പറയുന്നില്ല, അവരുടെ ഉള്ളിൽ അത് ആവശ്യമാണ്. അപ്പോൾ വേർഡ്സിന്, വാക്കുകൾക്ക് നമ്മുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യാനുള്ള പവർ ഉണ്ട്. അപ്പൊ നമ്മളെപ്പോഴും എന്താണ് ചിന്തിക്കുന്നത്? ഈ വേർഡ്സ് എന്ന് പറയുന്നത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനല്ലേ, ആശയവിനിമയം നടത്താനുള്ള ഒരു വേർഡ്സ് മാത്രമാണ് എന്നാണ് നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ റിയാലിറ്റി എന്താണ്? ഒരു ഇമോഷണൽ എനർജിയാണ്. ഒരു സെന്റൻസ് പോലും നമ്മുടെ ആ ഒരു മനുഷ്യന്റെ ഇമോഷണൽ സ്റ്റേറ്റിനെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാൻ കഴിയും. ഇല്ലേ? നേരത്തെ പറഞ്ഞില്ലേ, പെട്ടെന്ന് നമ്മളോട് ഒരാൾ നല്ല കാര്യം പറയുന്ന സമയത്തിന് നമ്മുടെ പെട്ടെന്ന് സന്തോഷം വരും, നമ്മുടെ മൂഡ് തന്നെ ചേഞ്ച് ആവും അല്ലേ? ഇപ്പൊ ഒരു കുട്ടിയോട് ഞാൻ സർ ക്ലാസ്സിൽ ആ EFT ക്ലാസ് ഉണ്ട്. ഓക്കെ ഓക്കെ, ഓക്കെ, താങ്ക് യു സർ. ലീവ് ചെയ്തോളട്ടെ. ഓക്കെ, നല്ലൊരു ഫീൽ ആയിരുന്നു. താങ്ക് യു, സാറിന്റെ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. താങ്ക് യു. താങ്ക് യു മാം. റെക്കോർഡ് കിട്ടും കേട്ടോ. ആ, ഓക്കെ ഓക്കെ. ഓക്കെ, ഒരു മിനിറ്റ്. ഇപ്പൊ ഒരു കുട്ടി, ഇത് പറഞ്ഞു, ഒരു കുട്ടി അവന്റെ ക്ലാസ്സില്, ഒരു സ്റ്റുഡന്റ് അവന്റെ ക്ലാസ്സില് ഒരു ആവറേജ്, അവന്റെ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആണ്. അപ്പൊ അവന് കോൺഫിഡൻസ് ഉണ്ടാവില്ല അല്ലേ? മറ്റുള്ളവർ, അവന്റെ ഫ്രണ്ട്സ് ഒക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, അവന്റെ ഇൻട്രസ്റ്റ് വേറെ കാര്യങ്ങളിലൊക്കെ ആയിരിക്കും, ചിലപ്പോൾ സ്പോർട്സിലായിരിക്കാം, ഇപ്പൊ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയിരിക്കാം. ഇപ്പൊ ഒരു ദിവസം ആ കുട്ടിയോട് ടീച്ചർ വന്നിട്ട് പറയാണ്, നിന്റെ ഉള്ളില് വലിയ പൊട്ടൻഷ്യൽ ഉണ്ട്, നീ ശ്രമിച്ചാല് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്നാ കുട്ടിയോട് വിളിച്ചിട്ട് അവൻ തോളിലൊക്കെ കൈ വെച്ചിട്ട് അവനോട് പറയാണ്, നല്ല സ്നേഹത്തോടെ പറയാണ്. അപ്പൊ അവിടെ എന്താണ് സംഭവിക്കുക? ആത്മവിശ്വാസം കൂടും. അവന്റെ ഉള്ളിൽ അല്ലെ? അതെ, ആ ഒരു സിമ്പിൾ സെന്റൻസ് എന്തായി മാറും? ആ ആത്മവിശ്വാസം കൂടും. സ്റ്റുഡന്റിന്റെ, ആ കുട്ടിയുടെ ഉള്ളില് ഒരു പ്ലാനിന്റെ വിത്ത് വിതറുന്ന പോലെ അവൻ പെട്ടെന്ന് ചിന്തിക്കും അല്ലേ? അവൻ ഇങ്ങനെ ചിന്തിക്കും, എനിക്കും കഴിയും അല്ലേ? ഒരു ആത്മവിശ്വാസം, പാനിതമാൻ പറഞ്ഞ പോലെ ആത്മവിശ്വാസം കൂടും, എനിക്കും പറ്റും. അപ്പൊ എന്താണ്, ഈ വാക്കുകള് അവന്റെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഇങ്ങനെ ഫീൽ ചെയ്യും. ആ ബിലീഫ് കോൺഫിഡൻസ് ആയി മാറും അല്ലേ? പെട്ടെന്ന് സ്ലോലി, പെട്ടെന്നല്ല, പതിയെ പതിയെ ഇതിങ്ങനെ അവന് കോൺഫിഡൻസ് ആയി മാറും.
അപ്പൊ ആ കോൺഫിഡന്റ് ആവുന്ന സമയത്ത് എന്താ അവന്റെ ആക്ഷൻ ചേഞ്ച് ആവും അല്ലേ? നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്ന സമയത്ത് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ തോന്നും അല്ലേ? അവൻ ചിലപ്പോൾ പഠിക്കുന്നതിൽ ശ്രദ്ധിക്കും, ഒന്നും കൂടെ ശ്രദ്ധിക്കും. അപ്പൊ ആ ആക്ഷൻ എടുക്കുന്ന സമയത്ത് എന്താ അവന്റെ ഫ്യൂച്ചറിനെ ചേഞ്ച് ചെയ്യും അല്ലേ? നന്നായിട്ട് പഠിക്കും, നല്ല ജോലി കിട്ടും, അല്ലെങ്കിൽ നല്ല ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പൊ അങ്ങനെ ഈ ഒരു സിമ്പിൾ സെന്റൻസ് ഒരു ഒരാളുടെ ലൈഫ് തന്നെ മാറ്റം വരും അല്ലെ? ഒരു മോട്ടിവേഷൻ ആവും. നമ്മളൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ലൈഫ് തന്നെ നിങ്ങളോട് പറയാറുണ്ട്, ഇന്ന് പറഞ്ഞു തന്ന കാര്യങ്ങൾ ഒരുപാട് ഉപകാരപ്പെട്ടു, അതുകൊണ്ട് ഒരുപാട് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്, ലൈഫിൽ ഒരുപാട് ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. മെസ്സേജ് അയക്കാറുണ്ട്, അല്ലെങ്കിൽ ചില ആളുകൾ വിളിക്കുമ്പോൾ പറയാറുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ആ കുട്ടിയുടെ കാര്യം, ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്ന ആ കുട്ടിക്ക് ആ ടീച്ചർ നല്ല കാര്യങ്ങൾ അല്ലെ, എന്നെ കൊണ്ട് പറ്റും, എനിക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്, നല്ല കഴിവുണ്ട് എന്ന് പറയുന്ന സമയത്ത് അവന്റെ ഉള്ളില് അവന് ഫീൽ ചെയ്യും, അതെ എനിക്കും എന്തോ കഴിവുണ്ട്, നല്ല കഴിവുണ്ട്, എനിക്കും ചെയ്യാൻ പറ്റും എന്നുള്ള ഫീല് വരും, അവന്റെ കോൺഫിഡൻസ് ഉയരും. അപ്പൊ അവൻ ആക്ഷൻ നല്ല കോൺഫിഡൻറ്റോട് കൂടി ആക്ഷനിൽ എടുക്കും. അപ്പൊ അവന്റെ ലൈഫ് തന്നെ ചേഞ്ച് ആവും. അപ്പൊ നമ്മുടെ വേർഡ്സ് അല്ലെ, നമ്മുടെ വേർഡ്സ് നമ്മുടെ ഐഡന്റിറ്റിയെ ഷേപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുന്ന സമയത്ത് നമ്മുടെ, അത് പറഞ്ഞ പോലെ നമുക്ക് സ്ഥിരമായിട്ട് ഈ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഐഡന്റിറ്റി ചേഞ്ച് ആവും. ഇപ്പൊ ഒരു കുട്ടി സ്ഥിരമായിട്ട് കേൾക്കുന്നു, നീ അത് ചെയ്യാൻ കേപ്പബിൾ ആണ്. അപ്പൊ നമ്മുടെ മൈൻഡ് എന്താണ്, ആ കുട്ടിയുടെ മൈൻഡ് അത് വിശ്വസിക്കും അല്ലെ, ആ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ഓക്കെയാണ്. പക്ഷെ ഓപ്പോസിറ്റ് കാര്യങ്ങളാണോ കേൾക്കുന്നതെങ്കിലോ, ഒരു ഓപ്പോസിറ്റ്, അതിന്റെ ഓപ്പോസിറ്റ് വേർഡാണ് റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുന്നതെങ്കിലോ, ഇതിനെ കൊണ്ടൊന്നിനും ചെയ്യാൻ കഴിയില്ല. അപ്പോ ആ കുട്ടിയോട് എന്താ, പതിയെ അതും വിശ്വസിക്കും, ഞാൻ പോരാ. അപ്പൊ അവന്റെ ഐഡന്റിറ്റി അവൻ ബിൽഡ് ചെയ്യും, ഞാനൊന്നിനും കൊള്ളാത്തവനാണ്, അല്ലെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ചില ആളുകളുടെ വാക്ക് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യും, നമ്മളെ നന്നായിട്ട് ഡൗൺ ആക്കും. ഒരു വാക്ക് തന്നെ ഒരാളെ ഉയർത്താനും ഒരാളെ തളർത്താനും ഈ വാക്ക് കൊണ്ട് കഴിയും. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു അപ്രിസിയേഷൻ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന വാക്ക് ഇമോഷണൽ സൺലൈറ്റ് ആണ്. ഒരു പ്ലാന്റിന് സൂര്യൻ ആ ഒരു വെളിച്ചം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, അതേപോലെ തന്നെയാണ് അല്ലെ അതിന് ഗ്രോ ചെയ്യാൻ, വളരാൻ വേണ്ടിയിട്ട് വെള്ളവും വെളിച്ചവും എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ തന്നെ നമുക്ക് നല്ല വാക്കുകളും ഇമ്പോർട്ടന്റ് ആണ്. ഇതേപോലെ ഇമോഷണൽ സൺലൈറ്റ് ആണ്, സൂര്യപ്രകാശമാണ്. അപ്പൊ അപ്രിസിയേഷൻ കിട്ടുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ഗ്രോ ചെയ്യും, മോട്ടിവേഷൻ ഇൻക്രീസ് ചെയ്യും, എനർജി കൂടും അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ്, വാക്കുകള് മാജിക് ടെസ്റ്റ്, ഇവിടെ സ്വന്തം വാക്കുകൾ തന്നെ തന്നെയാണ്. അപ്രീഷിയേറ്റ് ചെയ്താൽ മതി സാർ, പറ്റില്ലേ? എങ്ങനെ? നമ്മൾ തന്നെ അപ്രീഷിയേറ്റ് ചെയ്ത് നമ്മൾക്ക് അതെ, തന്നെ ഗിഫ്റ്റ് കൊടുത്തൊക്കെ ചെയ്യുമ്പോൾ അല്ല സാർ, തീർച്ചയായിട്ടും സെൽഫായിട്ട് നമുക്ക് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ സെൽഫായി അങ്ങനെയൊക്കെ. ചെയ്യുന്ന സമയത്ത് നമുക്ക് സെൽഫായിട്ട് ഒരു അതെ മോട്ടിവേഷൻ കിട്ടും. അപ്പൊ നമ്മൾ തന്നെ അതെ നമ്മൾക്ക് ഉയരാനുള്ള എല്ലാ അവസരങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ നമ്മൾ അപ്രീഷിയേഷൻ ചെയ്താൽ മതി. അതെ, അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കാതെ നിൽക്കുമ്പോൾ നമ്മുടെ സെൽഫ് അങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും കൊടുക്കുകയും ചെയ്യുക, മറ്റുള്ളവർ നമ്മൾ പറയണം, നമുക്കത് കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് വിഷമം വരും. അപ്പൊ അതെ നമ്മൾ അതെ തന്നെ നമ്മൾ അപ്രീസിയേഷൻ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ചെറിയ സ്മോൾ ഗിഫ്റ്റ് നമ്മൾ തന്നെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കുറച്ച് ഉയർത്താൻ പറ്റും. തീർച്ചയായിട്ടും നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് നമ്മൾ തന്നെ കുറ്റപ്പെടുത്താറാണ് ശ്രമിക്കാറുള്ളത് അല്ലേ? അപ്പൊ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്കും നമുക്ക് തന്നെ ഫീൽ ചെയ്തിട്ട് നമ്മൾ ചെറിയ ഗിഫ്റ്റോ, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ ചെയ്യാൻ, നമുക്ക് തന്നെ നല്ല ഗിഫ്റ്റോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡോ അങ്ങനെ എന്തെങ്കിലും മേടിച്ച് കഴിക്കാം. അല്ലെങ്കിൽ നമ്മളോട് തന്നെ നീ ചെയ്ത് നന്നായിരുന്നു കേട്ടോ, നീ ഉഷാറാണ്, നമ്മളിങ്ങനെ തോളിൽ ഇങ്ങനെ തട്ടിയിട്ടെന്ന് പറഞ്ഞു, അപ്പോഴും നമുക്ക് ആ ഫീല് കിട്ടും. ആരും ഇല്ലെങ്കിലും ഞാനുണ്ട് നിനക്ക് അല്ലേ?
നീ അടിപൊളിയാണ്, താങ്ക് യു. ഉഷാറാണ്, അതെ അതെ, ഞാൻ നീ ചെയ്യുന്ന ഓക്കെയാണ്, കാര്യമാണ് ഇങ്ങനെ അതുകൊണ്ട് ഞാൻ ആയിരിക്കണം. പറഞ്ഞത്. അതെ. നമ്മൾ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഉം, ഉം. നമുക്ക് അതെ അതെ. ഒത്തിരി നല്ല അനുഭവങ്ങളായി മാറും. മറ്റുള്ളവരെ നമ്മൾ ഉം, ഉം. ആശ്രയിക്കുമ്പോൾ അയ്യോ അവർ പറഞ്ഞില്ല, അവർ ചെയ്തില്ല എന്ന് പറയുമ്പോഴാണ് നമുക്ക് വിഷമം വരുന്നത്. അത് അതെ അതെ. ഇല്ലാതെ നമ്മൾ മറ്റവർക്ക് കൊടുക്കുക, അതുപോലെ തന്നെ നമ്മൾക്ക് ഒപ്പം ഉം. അത് നമ്മള് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഒന്നും കോൺഫിഡൻസ് ഒന്നും പ്രതീക്ഷിക്കരുത്, മറ്റുള്ളവർക്ക് നിന്ന് ഒന്നും പ്രതീക്ഷിക്കരുത് എന്ന് നമ്മൾ പറയെങ്കിൽ പോലും നമുക്കിത് പ്രതീക്ഷിക്കരുത്, ഇത് ഇത് പരാതിപ്പെടാതിരിക്കുക, ആവശ്യമുള്ള പരാതിപ്പെടാതിരിക്കുക, കാര്യമാണ്. പ്രതീക്ഷിക്കാതിരിക്കുക. അല്ല, ഇത് നമുക്ക് അങ്ങനെ പറയെങ്കിൽ പോലും മറ്റുള്ളവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുതെന്ന് പറയുമ്പോൾ പോലും ഇത് മനുഷ്യന്റെ നീഡാണ്, ഒരു ആവശ്യമാണ്. മറ്റുള്ളവർ നമ്മളെ കാണണം, അല്ലേ? പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടൊക്കെ പല കാര്യങ്ങൾ ചെയ്യും, അല്ലേ? അപ്പൊ അത് അവിടൊക്കെ എന്താണ് നമ്മൾ ആവശ്യപ്പെടുന്നത്? നമ്മൾ പറയാതെ തന്നെ നമ്മൾ ആവശ്യപ്പെടുന്നത് അവര് ശ്രദ്ധിക്കണം, നല്ല കാര്യങ്ങൾ പറയണം, നീ ചെയ്ത കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, ഉഷാറാണ്, നീ ഒക്കെയാണ് എന്നൊക്കെയുള്ള ആ ഒരു വാക്ക് കേൾക്കാൻ നമ്മുടെ ഉള്ളിൽ കൊതിക്കുന്നുണ്ട്. അപ്പൊ മറ്റുള്ളവർക്ക് പ്രതീക്ഷിക്കരുതെന്ന് പറഞ്ഞെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ നമുക്ക് ഒരു മനുഷ്യന് ഇത് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ കിട്ടിയിട്ടില്ലെങ്കിൽ പറഞ്ഞ പോലെ ഇത് മറ്റുള്ളവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പറയാം, കൈ വെച്ചിട്ട്. അപ്പോ അല്ലെങ്കിൽ ഇങ്ങനെ പറയാം. അപ്പോ ഈ സിമ്പിൾ വേർഡ് പറയാം, മറ്റുള്ളവരോട് പറയാം, നിങ്ങൾ എഫേർട്ട് ചെയ്ത് ഞാൻ അപ്രിസിയേറ്റ് ചെയ്യുന്നു, നിങ്ങൾ വളരെ റെസ്പോൺസിബിൾ ആണ്, അല്ലെ? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരോട് പറയാം. നിങ്ങൾ വളരെ കാമായിട്ടാണ് ഓരോ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ വേർഡ്സ് ചെറുതാണെങ്കിലും അവിടെ ഉണ്ടാകുന്ന ഇമോഷണൽ ഇമ്പാക്ട് ഹ്യൂജ് ആണ്, അല്ലെ? ആ കേൾക്കുന്ന സമയത്ത് നമുക്കായാലും ഉണ്ടാകുന്ന ഒരു സന്തോഷം, നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു കാര്യം അത്രയും വലുതാണ്, നമ്മളെ ചേഞ്ച് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് ഈ പോസിറ്റീവ് വേർഡ്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. നമുക്ക് നെഗറ്റീവ് വേർഡ്സ് ഈസി ആയിട്ട് പറയാം, അല്ലെ? ഈസിയാണ്, അല്ലെ? എപ്പോഴും വരുന്നതാണ് ഒരാളെ കുറ്റപ്പെടുത്തുന്നത്, അല്ലെ? എപ്പോഴും വരുന്നതാണ്, നീ ചെയ്താൽ ശരിയായില്ല കേട്ടോ, ആദ്യം വരുന്നതാണ്. അല്ല, നീ ചെയ്ത കാര്യം അത് ശരിയായില്ല, നീ അങ്ങനെ പറയണ്ടില്ലായിരുന്നു, നീ പറഞ്ഞത് മോശമായി, നീ തെറ്റായിപ്പോയി. പക്ഷെ അത് പറഞ്ഞില്ല, നമ്മളെ തെറ്റ് കണ്ടുപിടിക്കും, നമ്മുടെ മൈൻഡിനെ പ്രോഗ്രാം ചെയ്ത് അങ്ങനെ, അല്ലെ? തെറ്റുകൾ കണ്ടുപിടിക്കാനും പെട്ടെന്ന് നമുക്കത് കാണാൻ പറ്റും, ഒരാൾ ചെയ്ത കാര്യങ്ങൾ, ആ തെറ്റായാലും അല്ലെങ്കിൽ വാക്കുകളായാലും നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. പക്ഷെ നമുക്ക് പോസിറ്റീവ് വേർഡ്സ് എന്താ, ബോധപൂർവം നമ്മളത് പറയണം. പറയാൻ ബുദ്ധിമുട്ടായിരിക്കും, ചില ആളുകൾക്ക് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും, നല്ല കാര്യങ്ങൾ അവരോട് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ നമ്മളത് കോൺഷ്യസ്ലി നമ്മളത് പറയണം, നമ്മളത് ബോധപൂർവം നമ്മളത് ചെയ്യന്നെ വേണം. ഇപ്പൊ എന്താണ് ഇവിടെ, എന്താ മാജിക് ടെസ്റ്റ് എന്താണ് പ്രാക്ടീസ് ചെയ്യുന്നത്? ഇപ്പൊ ഇവരുടെ നല്ല കാര്യങ്ങൾ, ഗുഡ് ക്വാളിറ്റി നോട്ട് ചെയ്യാനാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പൊ അത് എക്സ്പ്രസ് ചെയ്യാനും നല്ല കാര്യങ്ങൾ കണ്ടെത്താനും അവിടെ നല്ല കാര്യങ്ങൾ കാണാനും അത് പറയാനും ആ ഫീൽ ചെയ്യാനുമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പോ ഇതിന്റെ ഒരു സൈക്കോളജിക്കൽ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാല്, ക്ലിയർ ആണോ? ഇതുവരെ ക്ലിയർ ആണോ? യെസ് യെസ്. അതെ, ഓക്കെ. ഒരു ക്ലിയർ മനുഷ്യന്റെ ഓക്കെ 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 ഒരു മനുഷ്യന്റെ തോട്ട്സ്, ഐഡിയാസ്, ഫീലിങ്സ് തുറന്നു പറയാൻ സേഫ് ആണെന്ന് തോന്നുന്ന, അല്ലേ? നമുക്ക് ഈ കാര്യങ്ങൾ, നമ്മുടെ ഫീലിങ്സ്, തോട്ട്സ്, ഐഡിയാസ്, ഫീലിങ്സ്, ഇതെല്ലാം സേഫ് ആണ്, നമുക്ക് ഒരാളോട് സേഫ് ആണെന്ന് പറയാൻ തോന്നുന്ന, അല്ലേ? സേഫ് ആണെന്ന് തോന്നുന്ന ആളുകൾ എന്താ, എനിക്കിവിടെ സംസാരിക്കാം, അത് ഫീൽ ചെയ്ത് കഴിഞ്ഞാല് ഒരാളോട്, നമ്മളെ അപ്രിഷിയേറ്റ് ചെയ്യുന്ന ഒരാളോട്, അല്ലെ? നമ്മളെ നല്ല കാര്യങ്ങൾ പറയുന്ന ഒരാളോട്, നമ്മളെ അഭിനന്ദിക്കുന്ന ഒരാളോട് ഇവിടെ അപ്പൊ നമുക്ക് തോന്നും ഇവിടെ സേഫ് ആണ്. ഒരാളെ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന ഒരാളോട് നിങ്ങൾക്ക് അത് പോയിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോ നമുക്ക് ഇവിടെ സേഫ് ആണെന്ന് തോന്നുന്ന ആളുകളോടായിരിക്കും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഇവിടെ എനിക്ക് സംസാരിക്കാം, എൻ്റെ അഭിപ്രായങ്ങൾ വിലപ്പെട്ടതാണ്, ആ ഒരു ഫീൽ ഉണ്ടാവും, അല്ലേ? ഞാൻ മിസ്റ്റേക്ക് ചെയ്താലും എന്നെ ജഡ്ജ് ചെയ്യില്ല. ഇതില്ലാത്ത സ്ഥലങ്ങളിൽ ആൾ എന്ത് ചെയ്യും? നേരത്തെ പറഞ്ഞ പോലെ സൈലന്റ് ആവും, അല്ലേ? നമുക്ക് സേഫ്റ്റി ഫീൽ ചെയ്യുന്നിടത്ത് നമ്മൾ സംസാരിക്കും, അല്ലേ? തെറ്റുകൾ ജഡ്ജ് ചെയ്യാത്ത, നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം
തുറന്ന് പറയുന്ന, നമ്മളെ അഭിനന്ദിക്കുന്ന ആളുകളോടത്ത് നമ്മൾ സേഫാണ്. എനിക്കിവിടെ എന്തും സംസാരിക്കാം, ആളോട് എന്ത് കാര്യങ്ങൾ പറയാം, എൻ്റെ അഭിപ്രായങ്ങൾ വിലപ്പെട്ടാണ് അല്ലെ, വില മതിക്കുന്ന ആളുകളുണ്ടാവും അല്ലെ. നമ്മൾ പറയുന്ന ചില ആളുകളെ അതൊന്നും ശരിയാവില്ല, അത് പറയുന്നത് ഓക്കെ അല്ല എന്നുള്ള രീതിയിലൊക്കെ പറയാം. എത്ര നല്ല കാര്യങ്ങൾ പറഞ്ഞാലും അവരത് അംഗീകരിക്കില്ല. അപ്പോൾ അംഗീകരിക്കുന്ന ആള് എൻ്റെ അഭിപ്രായങ്ങൾ വിലപ്പെട്ടതാണ്, എൻ്റെ മിസ്റ്റേക്കിനെ അവർ ജഡ്ജ് ചെയ്യില്ല എന്നുള്ള തലത്ത് നമ്മൾ സേഫ് ആണ്. അല്ലാത്ത ആളുകളോട് എന്തായിരിക്കും നമ്മൾ സൈലന്റ് ആവും അല്ലേ. നമ്മളെ നല്ല ഐഡിയാസ് നമ്മൾ അവിടെ ഹൈഡ് ചെയ്ത് വെക്കും. തെറ്റുകൾ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളത് പറയില്ല. ചില ആളുകൾ നമ്മൾ തെറ്റ് പറ്റി പറയുമല്ലോ, ഇത് ഇവിടെ നമ്മൾ പറയില്ല. അവിടെ ഫിയർ ഉണ്ടാവും അല്ലേ. നമ്മളെ വിലമതിക്കാത്ത, നമുക്ക് വാല്യൂ തരാത്ത ആളുകളുടെ അടുത്ത് നമ്മൾ സൈലന്റ് ആവും. നമ്മളെ ഐഡിയാസൊക്കെ ഹൈഡ് ചെയ്ത് വെക്കും, നമ്മളെ തെറ്റുകൾ നമ്മൾ മറച്ചു വെക്കും. അവിടെ അവരെ പേടിയായിരിക്കും നമ്മൾ അല്ലേ. ഇത്തരം കാര്യങ്ങൾക്ക് പേടിയായിരിക്കും. അപ്പൊ ഇവിടെ എങ്ങനെയാണ് സേഫ്റ്റി ക്രിയേറ്റ് ചെയ്യുന്നത്? ഓക്കെ ആണോ? ഓക്കെ. യെസ് അപ്പോ സർ. ഓക്കെ, ഒരു മനുഷ്യന് സിൻസിയർ ആയിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ അപ്രിസിയേഷൻ ചെയ്യുന്ന സമയത്ത്, അഭിനന്ദിക്കുന്ന സമയത്ത് അവന്റെ മൈൻഡിലേക്ക് ഒരു സിഗ്നൽ പോകും. എന്താണത്? നിനക്ക് ഇവിടെ വാല്യൂ ഉണ്ട്. അപ്പോൾ ഈ ഫീലിംഗ് ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കാം? നമ്മുടെ ബ്രെയിന് റിലാക്സ് ആവും. നമ്മളെ ബ്രെയിന് ഫൈറ്റ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് മോഡിൽ നിന്ന് ട്രസ്റ്റ് മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും അല്ലേ. നമ്മൾ മറ്റിടത്ത് എന്താണ്, പേടിയായിരിക്കും അല്ലേ. പറഞ്ഞു, സൈലന്റ് ആവും, തെറ്റുകൾ നമ്മളവിടെ മറച്ചു വെക്കും, ഫിയർ ഉണ്ടാവും. അപ്പോൾ അപ്രിസിയേഷൻ കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ സേഫ്റ്റി എങ്ങനെ ഫീൽ ചെയ്യുന്നു, എങ്ങനെ ഉണ്ടാവുന്നു? ആ മനുഷ്യൻ സൈലന്റ് ആയിട്ട്, അല്ല സോറി, സിൻസിയർ ആയിട്ട് അഭിനന്ദിക്കുന്ന സമയത്ത് അവന്റെ മൈൻഡിലേക്ക് ഒരു സിഗ്നൽ പോകും. എന്താണ്? എനിക്കിവിടെ വാല്യൂ ഉണ്ട്. നമ്മുടെ ബ്രെയിൻ റിലാക്സ് ആവും. ഫ്ലൈറ്റ് മോഡിൽ നിന്ന് അല്ലെങ്കിൽ ഫൈറ്റ് മോഡിൽ നിന്ന് ട്രസ്റ്റ് മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ വാക്കുകൾ എന്ന് പറയുന്നത്, അപ്രിസിയേഷൻ എന്ന് പറയുന്നത് ചെറിയ ചെറിയ വാക്ക് എന്ന് പറയുന്നത് ഒരു വാക്ക് മാത്രമല്ല, സിമ്പിൾ ആയിട്ടൊരു വാക്ക് മാത്രമല്ല, സിമ്പിൾ വേർഡല്ല, അത് നമ്മുടെ ഇമോഷണൽ സേഫ്റ്റി സിഗ്നലാണ്. ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ബോസ് എന്നും നിങ്ങളെ കുറ്റപ്പെടുത്താണ്, കുറ്റങ്ങൾ മാത്രമാണ് കണ്ടുപിടിക്കുന്നത്. നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യാം? അവിടെ ഫിയർ ഉണ്ടാവും അല്ലേ, ടെൻഷൻ വരും, ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും. നിങ്ങൾക്ക് ചിലപ്പം ആ ഒരു ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഓഫീസിൽ നിങ്ങൾക്ക് എന്താണോ അവിടെ ചെയ്യുന്നത്, നല്ല ഐഡിയാസ് നിങ്ങൾക്ക് ഉണ്ടാവും, ഇതിങ്ങനെ ചെയ്ത ഒന്നും കൂടെ ബെറ്റർ ആയേനെ. പക്ഷെ നിങ്ങൾക്ക് അവിടെ പറയാൻ പേടിയായിരിക്കും. നിങ്ങളത് അവിടെ ഷെയർ ചെയ്യില്ല, നല്ല ഐഡിയാസ് അവിടെ ഷെയർ ചെയ്യില്ല. അപ്പോൾ നിങ്ങളുടെ നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ടാവും, അതൊന്നും നിങ്ങൾക്ക് പുറത്തേക്ക് വരില്ല. അപ്പൊ അവിടെ സെയിം സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ നിങ്ങളെ അഭിനന്ദിക്കുമ്പോൾ എന്താ സംഭവിക്കാം? നല്ല കൾച്ചർ അവിടെ ക്രിയേറ്റ് ചെയ്യും അല്ലേ. ബോസ് എല്ലാവരും നന്നായിട്ട് അവർ ചെയ്യുന്ന കാര്യം വാല്യൂ കൊടുക്കുന്ന അല്ലെ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നന്നായിട്ട് അഭിനന്ദിക്കുമ്പോൾ അവിടെ നല്ലൊരു കൾച്ചർ ക്രിയേറ്റ് ചെയ്യും. നിങ്ങൾ ചെയ്യുന്ന ജോബ് നന്നായിട്ടിരിക്കും. നിങ്ങളെ എഫേർട്ടിന് അവര് അഭിനന്ദിക്കും, നിങ്ങളെ ഐഡിയാസിന് അവര് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്ക് അത് അവിടെ പറയാനും തോന്നും. അപ്പൊ അവിടെ നിന്ന് സംഭവിച്ച് പെട്ടെന്ന് ആ ഇത് ചേഞ്ച് ആയില്ലേ. നിങ്ങൾ ഷെയർ ചെയ്യും, ഐഡിയ ഷെയർ ചെയ്യും, നിങ്ങൾ ഓരോ കാര്യങ്ങളും മുന്നിൽ നിന്ന് ഓരോ കാര്യങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ ചെയ്യാൻ തുടങ്ങും. നിങ്ങൾക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ തോന്നും അല്ലെ. ഹെൽപ്പ് ചെയ്യും, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവര് എല്ലാവരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങും. നിങ്ങളും അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങും മറ്റുള്ളവർ. മറ്റത് നിങ്ങളുടെ കാര്യങ്ങൾ മാത്രമായിട്ട് പേടിച്ച് നിങ്ങളെ വർക്ക് മാത്രം ശ്രദ്ധിച്ച് ടെൻഷനായിട്ട് സ്ട്രെസ്സായിട്ട് അങ്ങനെ ഓരോ ദിവസവും പോകും. ഇപ്പോ നമുക്ക് ഈ ഒരു സൈക്കോളജിക്കൽ സേഫ്റ്റി ഉണ്ടെങ്കിൽ ആളുകൾ മിസ്റ്റേക്ക് ഹൈഡ് ചെയ്യില്ല, ഇല്ലേ?
ഈ ഒരു സേഫ്റ്റി ഉണ്ടെങ്കിൽ മിസ്റ്റേക്ക് ഹൈഡ് ചെയ്യില്ല. കാരണം അവിടെ ഒരു മിനിറ്റ്. ഓ, ഒരു ടീച്ചറ് ഒരു കുട്ടിയെ സ്റ്റുഡന്റിന് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇത് സേഫ്റ്റി ഉണ്ടെങ്കിൽ സമയത്ത് അപ്രിസിയേഷൻ കൊടുക്കുന്ന സമയത്ത് ആ കൾച്ചർ ബിൽഡ് ചെയ്ത് എന്താണ്, കുട്ടിയാണെങ്കിലും അവിടെ അവന്റെ തെറ്റ് അഡ്മിറ്റ് ചെയ്യും. അല്ലെങ്കിൽ ടീച്ചറാണെങ്കിലും അവരുടെ ഇടയിൽ വന്ന കാര്യങ്ങൾ അഡ്മിറ്റ് ചെയ്യും. അപ്പോൾ ആ കുറ്റപ്പെടുത്തുന്ന ഒരു കൾച്ചർ ഉണ്ടെങ്കിൽ എന്താണ്, ആ സ്റ്റുഡന്റ് അവിടെ തെറ്റുകൾ ഹൈഡ് ചെയ്ത് വെക്കും. അപ്പോൾ അപ്രിസിയേഷൻ എന്താണ്, ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നുണ്ട് അല്ലേ? ട്രസ്റ്റ് ബിൽഡ് ചെയ്യും. അപ്പോൾ നമ്മുടെ അടുത്ത പോയിന്റ് ആണ് അപ്രിസിയേഷൻ നമ്മുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യും. നോട്ട് ചെയ്ത് വെച്ചു. ഇതുവരെ ക്ലിയർ അല്ല? എന്തൊക്കെയാണ് നമ്മുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അപ്രിസിയേഷൻ കൊണ്ട് നമ്മുടെ ലൈഫിൽ വരുന്ന മാറ്റങ്ങളും അല്ലേ, എങ്ങനെ ചേഞ്ച് വരും, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഡൗൺ ആവും, മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് എങ്ങനെയാണ് ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നത്? ഒരു മനുഷ്യനെ നാം എങ്ങനെ കാണുന്നു, എങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു അല്ലേ, അതായിരിക്കും അവന്റെ ബിഹേവിയർ ഷേപ്പ് ചെയ്യാൻ തുടങ്ങുന്നത്. നിങ്ങൾ ഒരു മനുഷ്യനെ എങ്ങനെ കാണുന്നു, അല്ലെങ്കിൽ നിങ്ങളെ കൂടെയുള്ളവരെ എങ്ങനെ കാണുന്നു, അവരോട് എങ്ങനെ സംസാരിക്കുന്നു, അവരെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, അപ്പൊ അതായിരിക്കും സ്ലോലി അവന്റെ ബിഹേവിയർ ഷേപ്പ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുട്ടി സ്കൂളിൽ, നമ്മൾ പറഞ്ഞില്ലേ, സ്കൂളിൽ ചിത്രം വരച്ചു, ടീച്ചറെ കാണിക്കുന്നു. അപ്പൊ ടീച്ചർ പറയാണ് ഇത് ശരിയായിട്ടില്ല, എനിക്ക് വരയ്ക്കാൻ അറിയില്ല. അപ്പോൾ ആ കുട്ടിയുടെ മൈൻഡിൽ എന്താണ് പോകുന്നത്, എന്ത് സിഗ്നലാണ് പോകുന്നത്, ഒരു മെസ്സേജ് പോകും, ഞാനിതിന് യോഗ്യനല്ല അല്ലേ, ഇത് എനിക്ക് വരയ്ക്കാൻ കഴിയില്ല. അപ്പൊ സ്ലോലി അവൻ ആ ഡ്രോയിങ് അല്ലെങ്കിൽ ചിത്രം വരയ്ക്കുന്ന അവൻ അവോയ്ഡ് ചെയ്യും. ഇപ്പോൾ സെയിം സിറ്റുവേഷനിലെ ടീച്ചർ പറഞ്ഞു നിനക്ക് നന്നായിട്ട് ഇമാജിനേഷൻ ഉണ്ട് അല്ലേ, അതിൻ്റെ ഒരു പവർ ഉണ്ട്, അപ്പോൾ ഇത് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്താൽ വലിയൊരു ആർട്ടിസ്റ്റ് ആവും. അപ്പോൾ ആ കുട്ടിയുടെ മൈൻഡിൽ എന്താണ്, എന്ത് മെസ്സേജ് പോകും, എനിക്ക് കഴിയും എന്നുള്ള രീതി വരും. അപ്പൊ അപ്രിസിയേഷൻ കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ സമയത്ത് എന്താ, ആ ബിഹേവിയർ അവിടെ ചേഞ്ച് ആവും അല്ലേ? അപ്പോൾ ബിഹേവിയർ എങ്ങനെയാണ് മാറുന്നത്? അപ്രിസിയേഷൻ ഉണ്ടാകുന്ന സമയത്ത്, വരുന്ന സമയത്ത് കോൺഫിഡൻസ് കൂടും, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും. അപ്പോൾ അവരുടെ ബിഹേവിയർ ബെറ്ററായി മാറും. അപ്പോൾ ഒരാൾക്ക് അപ്രിസിയേഷൻ ഫീൽ ചെയ്താൽ അവന്റെ സെൽഫ് ബിലീഫ് ഇൻക്രീസ് ചെയ്യും, മോട്ടിവേഷൻ ഉണ്ടാവും അല്ലേ, അപ്പോൾ റെസ്പോൺസിബിലിറ്റി ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഒരാളോട് സ്ഥിരമായിട്ട് റെസ്പോൺസിബിൾ ആണെന്ന് പറയുന്ന സമയത്ത് അവന്റെ സബ് കോൺഷ്യസ് മൈൻഡ് അവന്റെ ഐഡന്റിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും അല്ലേ, ആ കാര്യങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവന്റെ അപ്രിസിയേഷൻ അവന്റെ ബിഹേവിയറിനെ ചേഞ്ച് ചെയ്യും അല്ലേ? അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് മാജിക് ടെസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അതിന്റെ പ്രാക്ടീസ് എന്താണെന്ന് നോക്കാം. നമുക്ക് മനസ്സിലായോ ഇത് എന്താണ് ഈ മാജിക് ടെസ്റ്റ് കൊണ്ട് അതിലെന്താണ് വരുന്നത്? രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡും ഒന്ന് അപ്രിസിയേഷനും അല്ലെ. നല്ല കാര്യങ്ങൾ വിലമതിക്കുക, ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാം, അവരോട് തുറന്ന് പറയാം. അപ്രിസിയേഷനും ഗ്രാറ്റിറ്റ്യൂഡും മാത്രമാണ് ഈ ഒരു മാജിക് ടെസ്റ്റിൽ വരുന്നത്. അതാണ് നമ്മുടെ ജോസഫ് സാറ് മുമ്പ് ആ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ടായി അല്ലേ? ഈ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ബാങ്കിൽ എന്താ പോകുന്നത് അത് ഇമാജിൻ ചെയ്ത് പോയപ്പോൾ, അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്തപ്പോൾ ലോണിന്റെ കാര്യങ്ങളൊക്കെ
റെഡിയായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ മുൻപ്. അപ്പൊ ഇതെന്ത് ചെയ്യേണ്ട വെച്ചാല് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉള്ള ഒരാൾ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഗുണകരമായ ഒരു സേവനം ചെയ്യുമ്പോൾ എന്ത് കാര്യങ്ങളാണ് ചെയ്യുന്നത് അവരുടെ ശരീരത്തിലേക്ക് ആ മാന്ത്രിക പൊടി വിതറുന്നതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യാം അല്ലേ? അല്ലെങ്കിൽ നല്ല വാക്ക് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു തന്നു, നിങ്ങളെ ഹെൽപ്പ് ചെയ്തു തന്നു, ആ നിങ്ങൾക്ക് ചെയ്തു തന്ന സേവനങ്ങൾക്ക് അല്ലേ, അല്ലെങ്കിൽ നേരിട്ടോ അല്ലെങ്കിൽ മനസ്സുകൊണ്ടോ അവരുടെ ആ സേവനത്തിന് നന്ദി പറയുകയും ചെയ്യാം. ആ ഒരു പൊടി അവരുടെ ശരീരത്തിലേക്ക് വിതറുന്നതായിട്ട് ഫീൽ ചെയ്യാം. ഇതാണ് ഇന്നത്തെ പ്രാക്ടീസ്. നിങ്ങൾക്ക് ചെയ്തു തന്ന, നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തു തന്ന അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞ ആളിന്റെ മേലിലേക്ക് ആ മാന്ത്രിക പൊടി വിതറുക എന്നുള്ളതാണ് ഇന്നത്തെ. അതേപോലെ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാം. ഇന്ന് തന്നെ നിങ്ങൾ ഇപ്പോൾ തന്നെ മറ്റുള്ളവർ ചെയ്തു തന്ന നല്ല കാര്യങ്ങൾക്ക് അഭിനന്ദിക്കുക, നല്ല വാക്കുകൾ പറയുക. അവർക്ക് ഫീൽ ചെയ്യട്ടെ. നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും ഏതൊരു കാര്യങ്ങളിലായാലും ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇനി ഇതില്? ക്ലിയർ ആണോ? ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് മൈൻഡ് അപ്പ് ചെയ്യാം. ശുഭാപ്തിവിശ്വാസത്തോടും ശുഭചിന്തയോടുകൂടി ഒരു ദിവസം തുടങ്ങി. താങ്ക് യു സാറിന്റെ ക്ലാസ് വളരെ ഉപകാരപ്രദമായിരുന്നു. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു ഓൾ. നമുക്ക് ഇനി മൺഡേ കാണാം കേട്ടോ. അടുത്ത പ്രാക്ടീസ് ആയിട്ട് നാളെ സാറിന്റെ സെഷൻ ആയിരിക്കും. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.